ഇന്ന് പ്രിയപ്പെട്ട ബാബയുടെ അടുക്കൽ വതനത്തിൽ ഭോഗമായി എത്തിച്ചേർന്നു. ഇന്ന് വതനത്തിൽ എത്തിയപ്പോൾ ബാബ 3 ദൃശ്യങ്ങൾ എമർജ് ചെയ്തു. ആദ്യം ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ഞാൻ ഒരൽപ്പം ചിന്തയിലാണ്ടു. ഇന്ന് ബാബ എന്താണ് കാണിച്ചു തരുന്നത്? ബാബ കാണിച്ചു തന്ന 3 ദൃശ്യങ്ങളിൽ ആദ്യത്തെ ദൃശ്യം മേഘങ്ങളുടെ രൂപത്തിലുള്ളവയായിരുന്നു. മേഘം വരുമ്പോൾ അത് പെയ്യുന്നു, കാർമേഘം വരുമ്പോൾ അത് മഴ പൊഴിക്കുന്നു. രണ്ടാമത്തെ മേഘങ്ങൾ ചിലപ്പോൾ തണൽ നൽകുന്നു, ചിലപ്പോൾ വെയിൽ നൽകുന്നു. മൂന്നാമത്തെ ദൃശ്യം വളരെ പ്രസന്നമായ ദൃശ്യം ആയിരുന്നു. പൂർണ്ണമായും സ്വച്ഛമായ മേഘം. ഞാൻ പറഞ്ഞു, ബാബ, ഈ 3 ദൃശ്യങ്ങളുടെ രഹസ്യം വിചിത്രവും വ്യത്യസ്തവുമായി കാണപ്പെടുകയാണ്. അപ്പോൾ ബാബ ഒരു സെക്കൻഡ് കേട്ട ശേഷം പുഞ്ചിരിച്ചു. ബാബ പറഞ്ഞു, കുട്ടി, ഓരോ വസ്തുവിനും 3 സ്റ്റേജുണ്ട്. ഓരോ കാര്യത്തിനും 3 സ്റ്റേജുണ്ട്. ബാബ ഇന്ന് പല സ്ഥാനത്തും ചുറ്റി സഞ്ചരിക്കവേ ഇത് കാണുന്നുണ്ടായിരുന്നു. ചില സ്ഥാനത്ത് ജ്ഞാനമഴ പൊഴിക്കുന്ന മേഘങ്ങളുണ്ട്. അവർ ബാബയിൽ നിന്നും ജ്ഞാനധനം സ്വീകരിച്ച് മറ്റൊരു സ്ഥാനത്ത് പുറത്തു പോയി ജ്ഞാനത്തിൻ്റെ മഴ പൊഴിക്കുന്നു. രണ്ടാമത് കാണിച്ച മേഘത്തെ പറ്റി ബാബ പറഞ്ഞു, ഇത് 2ാമത്തെ സ്റ്റേജാണ്. ചില സമയത്ത് വളരെയധികം അന്ധകാരം ഉണ്ടാക്കുന്നു, ചില സമയത്ത് വളരെയധികം പ്രകാശിതം ആക്കുന്നു. അത് തണലിൻ്റെയും വെയിലിൻ്റെയും കളി കളിക്കുന്നു. ബാബ പറഞ്ഞു, കുട്ടികളും ഇപ്രകാരം തൻ്റെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ കാരണം ഇറങ്ങുന്നതിൻ്റെയും കയറുന്നതിൻ്റെയും വളരെയധികം കളികൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. 3ാമത്തെ മേഘം സദാ പ്രസന്നമാണ്, വിടർന്നതാണ്. നീല മേഘങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ പൂർണ്ണമായും പ്രകാശം പരന്നിരിക്കുന്നു. ബാബ പറഞ്ഞു, അതിനാൽ പ്രകൃതിയുടെ ഓരോ കളിയിലും ഓരോ കാര്യത്തിലും ബാബ 3 കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. അത് ലോകത്തിൻ്റെ കളിയിലായാലും ശരി. ബാബ പറഞ്ഞു, ബാബയുടെ പല കുട്ടികളുടെയും സ്ഥിതി ഈ പ്രകാരത്തിൽ ഉള്ളതാകുന്നു. ചിലപ്പോൾ വെയിലും തണലും ആകുന്നു, ചിലപ്പോൾ വളരെയധികം നെഗറ്റീവ് കാര്യങ്ങളിൽ പോയി പെയ്യുവാനും തുടങ്ങുന്നു. ചിലർ സദാ പ്രസന്നമായിരിക്കുന്നു. ബാബ പറഞ്ഞു, കുട്ടി, ബാബയുടെയും ദാദിമാരുടെയും സ്റ്റേജ് എന്തായിരുന്നു? ഞാൻ പറഞ്ഞു, ബാബ, അത് അങ്ങ് തന്നെയാണ് അറിയുന്നത്. അങ്ങേക്ക് തന്നെയാണ് പറഞ്ഞു തരാൻ കഴിയുന്നത്. അപ്പോൾ ബാബ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കുട്ടി, ബാബയുടെയും ദാദിമാരുടെയും മുതിർന്നവരുടെയും സ്ഥിതി സദാ പ്രസന്നമായിരുന്നു. ബാബയുടെ മുന്നിലും ദാദിമാരുടെ മുന്നിലും ഒരു കാര്യങ്ങളും വന്നില്ല, ഒരു സമസ്യയും വന്നില്ല, ഒരു പരിതസ്ഥിതിയും വന്നില്ല. എല്ലാം സഹിച്ചുകൊണ്ടും തൻ്റെ ജീവിതത്തെ വളരെയധികം പ്രസന്നമാക്കി മാറ്റി പോയിക്കൊണ്ടിരുന്നു. അവരും എല്ലാവരെയും തൻ്റെ ജീവിതത്തിലൂടെ ഈ ഒരു പാഠം അന്തിമം വരെയും പഠിപ്പിച്ചു. ഇപ്രകാരം പറഞ്ഞ ശേഷം ബാബ ദമയന്തി ബഹനെയും എമർജ് ചെയ്തു. ഇന്ന് അമൃതവേളയിലും ബാബ കേൾപ്പിച്ചിരുന്നു. ഇന്ന് വിശേഷിച്ച് മറ്റു പല ആത്മാക്കളുടെയും ഭോഗാണ്. ദമയന്തി ബഹൻ ബാബയുടെ സമീപത്ത് ഇരിക്കുകയായിരുന്നു. ബാബയും ഈ സഹോദരിയെ കണ്ട്
വളരെയധികം പുഞ്ചിരിക്കാൻ തുടങ്ങി. ബാബ പറഞ്ഞു, എൻ്റെ ഈ കുട്ടി അമിതമായി കാര്യങ്ങളിലേക്ക് പോകുമായിരുന്നില്ല, കാര്യങ്ങളുടെ ലോകത്തിലേ വരുമായിരുന്നില്ല. വളരെയധികം വേറിട്ടതും പ്രിയപ്പെട്ടതുമായിരുന്ന് കുട്ടി തൻ്റെ ജീവിതത്തിൽ സേവനങ്ങൾ ചെയ്തു, അക്ഷീണമായി ചെയ്തു. എത്ര ആത്മാക്കളുടെ ജ്യോതി ജ്വലിപ്പിച്ചു. ബാബ ആ ഭാഗ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബാബ പറഞ്ഞു, തുടക്കം മുതൽ, ആദ്യം മുതൽ തന്നെ കുട്ടി തൻ്റെ ജീവിതത്തിൽ സാധാരണവും സിമ്പിളുമായി ജീവിക്കുവാൻ ആരംഭിച്ചു. ശ്വാസം ഉണ്ടായിരുന്നതുവരെയും കുട്ടി സേവനം സൂക്ഷ്മ രീതിയിൽ ചെയ്തു. ബാബ പറഞ്ഞു, ആ സൂക്ഷ്മ കണക്ക്, പുണ്യത്തിൻ്റെ കണക്ക്, ശ്രേഷ്ഠ കർമ്മങ്ങളുടെ കണക്ക് കുട്ടി തൻ്റെ കൂടെ കൊണ്ടുപോയിരിക്കുകയാണ്. ബാബ ആ സഹോദരിയെ നോക്കിക്കൊണ്ട് കേൾപ്പിച്ചുകൊണ്ടേയിരുന്നു. ദമയന്തി ദീദിയുടെ നേർക്ക് നോക്കിക്കൊണ്ടേയിരിക്കുകയും ചെയ്യുകയായിരുന്നു. ബാബ പറഞ്ഞു, ആരാണോ മുതിർന്നവരുടെ കൂടെ ഇരിക്കുന്നത്, അവരുടെ സഹചാരിയായി ഇരിക്കുമ്പോൾ അവരുടെയും കൂട്ടുകെട്ടിൻ്റെ നിറം അവരിൽ പതിയുന്നു. ബാബ ബാബയുടെയും മമ്മയുടെയും മുന്നിൽ വന്ന് കുട്ടികളെ നോക്കുകയാണ്. അവരുടെ മനസ്സാവൃത്തി എത്ര ശ്രേഷ്ഠമായി രൂപപ്പെട്ട് നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതും എല്ലാവരെ പ്രതിയും. ബാബ ഇത്രയും കേൾപ്പിച്ചു. ബാബയുടെ മുന്നിൽ ദമയന്തി ദീദിയുടെ സമീപം ഭോഗിൻ്റെ താലം വച്ചു. ബാബ വളരെ സ്നേഹത്തോടെ ഭോഗ് സ്വീകരിപ്പിച്ചു. പിന്നെ ബാബ പറഞ്ഞു, എൻ്റെ സഹചാരികളായവരും ഓരോ പ്രകാരത്തിലുമുള്ള സേവനം ചെയ്ത് എൻ്റെ ശക്തിദളമായി പോയിക്കൊണ്ടിരുന്നു. ബാബ പറഞ്ഞു, സംഗമയുഗത്തിൽ ഈ ബ്രാഹ്മണരുടെ പരസ്പരമുള്ള സ്നേഹം അവസാനം വരെയും നടക്കുന്നു. ആ സ്നേഹത്തിൽ കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നു. ബാബ വളരെ സ്നേഹത്തോടെ ദൃഷ്ടി നൽകിക്കൊണ്ട്, വാത്സല്യം നൽകിക്കൊണ്ട് വതനത്തിൽ എമർജ് ചെയ്ത് ഭോഗ് സ്വീകരിപ്പിച്ചു. നിങ്ങളെല്ലാ സഹോദരി സഹോദരന്മാരുടെയും ഓർമ്മകൾ ബാബയ്ക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ബാബയും എല്ലാവർക്കും വളരെയധികം സ്നേഹം നിറഞ്ഞ സ്നേഹസ്മരണകൾ നൽകി. ബാബയുടെ സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴേക്ക് എത്തിച്ചേർന്നു. ഓം